വിശദമായ വാർത്തകളിലേക്ക്. ശിശു മന്ദിരം ടീച്ചറെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രക്ഷിതാക്കളുടെ പ്രതിഷേധം. കോഴിക്കോട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കളരിക്കണ്ടി ശിശുമന്ദിരം ടീച്ചറെ സസ്പെൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം. രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി ഇടതു മെമ്പർമാരും എത്തിയിരുന്നു. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം ഇടതുമുന്നണി മെമ്പർമാർ ഭരണസമിതി യോഗം ബഹിഷ്കരിച്ചിരുന്നു. ഈ മാസം 4-ന് കളരിക്കണ്ടി ശിശുമന്ദിരത്തിൽ കുട്ടികളുടെ കലോത്സവം നടന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സസ്പെൻഷൻ നടപടിയിലേക്ക് നീങ്ങിയത്. പാലക്കാട് വൻ കുഴൽപ്പണവേട്ട. ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിൽ RPF നടത്തിയ പരിശോധനയിൽ 1 കോടി രൂപയുടെ കുഴൽപ്പണമാണ് പിടികൂടിയത്. 2 തമിഴ്നാട് സ്വദേശികളെ അറസ്റ്റ് ചെയ്തു. മധുര സ്വദേശികളായ ബാലകൃഷ്ണൻ, ഗണേശൻ എന്നിവരാണ് കുഴൽപ്പണം കടത്തിയത്. തുണിയിൽ പൊതിഞ്ഞ പണം അരയിൽ കെട്ടി കൊണ്ടുവരികയായിരുന്നു. രാവിലെ 4:30 ഒലവക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയ ഐലൻഡ് എക്സ്പ്രസിൽ വന്ന ഇവരെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് രേഖകളില്ലാതെ കൊണ്ടുവന്ന 1 കോടി 2 ലക്ഷം രൂപ പിടിച്ചെടുത്തത്. ബംഗളൂരുവിൽ നിന്ന് കായംകുളത്തേക്ക് പണം കൊണ്ടുപോകാനായിരുന്നു യാത്ര. ഇന്ന് രാവിലെ നമ്മുടെ ക്രൈം ടീമും RPF പാലക്കാടും സംയുക്തമായി ട്രെയിനുകളിലും മറ്റ് പ്ലാറ്റ്ഫോമിലും ചെക്കിംഗ് നടത്തിവരുവേ 165-26 എന്ന ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ നിന്ന് സംശയത്തിന്റെ പേരിൽ 2 പേരെ കാണുകയും അവരെ ചെക്ക് ചെയ്തപ്പോൾ അവരുടെ അരയിൽ എന്തോ തടയുന്നതായി തോന്നി. അത് ചെക്ക് ചെയ്തപ്പോൾ പണമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. തുടർന്ന് നമ്മളിവിടെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്ത് കൗണ്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏകദേശം 1 കോടി 2 ലക്ഷം രൂപ ഉണ്ടെന്ന് മനസ്സിലായി. ഇവർ മുൻപും ഇത്തരത്തിൽ പണം കടത്തിയിട്ടുണ്ടെന്നാണ് RPFന് നൽകിയ മൊഴി. സമീപകാലത്ത് RPF നടത്തിയ വലിയ കുഴൽപ്പണ വേട്ടയാണിത്. കേസ് തുടരന്വേഷണത്തിനായി ആദായ നികുതി വകുപ്പിന് കൈമാറി. ന്യൂസ് 18 പാലക്കാട്. മൂന്നാറിൽ ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം. ചൊക്കനാട് എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷനിൽ പുണ്യവേലിന്റെ പലചരക്കുകട കാട്ടാന തകർത്തു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചൊക്കനാട് എസ്റ്റേറ്റ് മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങാറുണ്ട്. 2 കുട്ടിയാനകൾ ഉൾപ്പെടെ 5 ആനകൾ അടങ്ങുന്ന കൂട്ടമാണ് ജനവാസ മേഖലയിൽ നാശം വിതയ്ക്കുന്നത്. ചൊക്കനാട് എസ്റ്റേറ്റ് സൗത്ത് ഡിവിഷൻ സ്വദേശി പുണ്യവേലിന്റെ ഉടമസ്ഥതയിലുള്ള കടയ്ക്ക് നേരെ ഇതുവരെ 17 തവണ കാട്ടാനയുടെ ആക്രമണമുണ്ടായിട്ടുണ്ട്. ஒரு தடவையும் 30,000 to 40,000 ரூபா வரைக்கும் சேதமாயிருக்கு. இப்போ வரைக்கும் ஃபாரஸ்ட்லேருந்து எந்த விதமான காம்பன்சேஷன் எனக்கு இது வரைக்கும் கொடுத்ததுமே கிடையாது. இப்படியே போச்சுன்னா நாங்கள் இருக்கிறதா, உயிரோடு இருக்கிறதா, தற்கொலை பண்ணிக்கிறதா எதுவுமே எங்களுக்கு தெரியாத சூழ்நிலையில் நாங்கள் இருக்கோம். எங்களை காப்பாற்றுறது இந்த அரசாங்கத்தோட பொறுப்பு. நீங்கள் எப்படி நீங்கள் சொல்கிறீங்களோ அது மாதிரி நாங்கள் இருந்துக்கிறோம். അർദ്ധരാത്രിയോടെ എത്തുന്ന കാട്ടാന പുലരുവോളം തോട്ടം മേഖലകളിൽ തമ്പടിക്കും. കടയിൽ നിന്ന് അരിയും ഗോതമ്പും മറ്റു പലചരക്ക് സാധനങ്ങളും പച്ചക്കറികളും കഴിക്കും. ഓരോ തവണയും 10,000 കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അർഹമായ നഷ്ടപരിഹാരം നൽകാനും വനം വകുപ്പ് തയ്യാറാകുന്നില്ല. 16 தடவை யானை அடிச்சிருச்சு. நஷ்டங்கள் இது 17வது தடவை. நஷ்டங்கள் ரொம்ப கூடுதல். ஆனால் எங்களுக்கு உயிருக்கு கேரண்டி இல்லை. இதுக்கு ஏதாவது கவர்மெண்ட் ஃபாரஸ்ட் ஏதாவது செய்யணும். വേനൽ കടുത്തതോടെയാണ് തോട്ടം മേഖലയിലേക്ക് കാട്ടാനകൾ സ്ഥിരമായി എത്തിത്തുടങ്ങിയത്. ജനവാസ മേഖലകളിൽ ആനകൾ തമ്പടിച്ചിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ല എന്നാണ് പരാതി. ന്യൂസ് 18 മൂന്നാർ. പാലക്കാട് ധോണിയിൽ വീണ്ടും പുലിയിറങ്ങി. ധോണി മായാപുരത്താണ് ക്വാറിക്ക് സമീപം പുലിയിറങ്ങിയത്. 2 ദിവസം മുമ്പും ഈ മേഖലയിൽ പുലിയിറങ്ങിയിരുന്നു. മായാപുരം ക്വാറിക്ക് സമീപം ഇറങ്ങിയ പുലിയുടെ കാൽപ്പാടുകളാണിത്. ഇന്നലെ രാത്രി 10:30 പ്രദേശവാസിയായ രഞ്ജിത്ത് പുലിയെ കണ്ടതോടെയാണ് വീണ്ടും പുലിയിറങ്ങിയ വിവരം നാട്ടുകാർ അറിയുന്നത്. ഒരാഴ്ചയ്ക്കകം 2ാം തവണയാണ് ഈ പ്രദേശത്ത് പുലിയിറങ്ങുന്നത്. നാട്ടുകാർ ഭീതിയിലാണ്. സംഭവം അറിഞ്ഞ് വനം വകുപ്പ് RRT സ്ഥലത്ത് പരിശോധന നടത്തി. പ്രദേശത്ത് പുലിക്കൂട് സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടാനയ്ക്ക് പുറമെ പുലിശല്യവും പതിവായത് നാട്ടുകാരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്.
ന്യൂസ് 18 പാലക്കാട്. തൃശൂർ കാറളത്ത് ഒരു കുടുംബത്തിലെ 3 പേർ ആത്മഹത്യ ചെയ്ത നിലയിൽ. കാറളം ഹരിപുരം സ്വദേശി കുഴുപ്പുള്ളിപ്പറമ്പിൽ മോഹനൻ, ഭാര്യ മിനി, മകൻ ആദർശ് എന്നിവരെയാണ് വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട് അടഞ്ഞുകിടന്നതിനെ തുടർന്ന് തൊട്ടടുത്ത് തന്നെയുള്ള ബന്ധുക്കൾ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ലഭിച്ചില്ല. തുടർന്ന് വീടിന്റെ പുറകിലെ വാതിൽ പൊളിച്ച് അകത്ത് കയറിയപ്പോഴാണ് 3 പേരെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കോഴിക്കോട് NITയിൽ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു. പശ്ചിമബംഗാൾ സ്വദേശി നിധിൻ ശർമ്മയാണ് മരിച്ചത്. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു. ജീവിക്കാൻ താൽപര്യമില്ലെന്ന് സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നതായി പോലീസ് പറഞ്ഞു. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. സ്പൈനൽ മസ്കുലാർ അട്രോഫി ബാധിതനായ 1.5 വയസ്സുകാരൻ നിർവാണിന് ചികിത്സാ സഹായമൊരുക്കാൻ ക്യാമ്പയിൻ. എറണാകുളം കോതമംഗലം MA കോളേജിൽ ധനസമാഹരണ ക്യാമ്പയിൻ നടത്തി. നിർവാൺ സാരംഗിന് പിച്ച വെച്ചു തുടങ്ങാൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. കോതമംഗലം MA കോളേജ് അസോസിയേഷന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളായ മാർ അത്തനേഷ്യസ് കോളേജ്, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, മാർ അത്തനേഷ്യസ് ഇന്റർനാഷണൽ സ്കൂൾ, മാർ ബസേലിയസ് കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു ധനസമാഹരണ ക്യാമ്പയിൻ. ഡോക്ടർ ലിസ തോമസിന്റെ നേതൃത്വത്തിൽ അപൂർവ രോഗങ്ങളെപ്പറ്റിയുള്ള ക്ലാസും നടന്നു. നിർവാൺ സാരംഗിന് പിച്ച വെച്ചു തുടങ്ങാൻ 17.5 കോടി രൂപയാണ് വേണ്ടത്. ഇതുവരെ 4,96,00,000 രൂപ ലഭിച്ചെന്നും ബാക്കി തുക കൂടി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും നിർവാണിന്റെ അച്ഛൻ. ഇതുവരെ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾക്ക് സ്വരുക്കൂട്ടാൻ പറ്റിയത് ഒരു 4,96,00,000 രൂപയാണ്. ഇനി ഒരുപാട് ദൂരം, അതായത് ഇതിൻ്റെ ചിലവിൻ്റെ ഒരു 26%, 27% ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഇത് ഒരുപാട് പേരെടുത്ത് എത്തണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരുപാട് പേരോട് സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് മനസ്സിലായി ഇനി ഒരുപാട് പേര് ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ കാര്യം ഞങ്ങൾ വന്ന് ഇവിടെ വിന്നി സാറിനോട് പറഞ്ഞപ്പോൾ സാറും അതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യാന്നുള്ള രീതിയിൽ കോളേജിന് ഇങ്ങനൊരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഈ ക്യാമ്പയിൻ നടന്ന് അതൊരു സക്സസ് ആകണമെങ്കിൽ എല്ലാവരും അത് ഏറ്റെടുത്ത് കുഞ്ഞിന് വേണ്ടി സഹായിക്കണം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. മാർ അത്തനേഷ്യസ് കോളേജ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ വിന്നി വർഗീസ്, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഞ്ജു കുര്യൻ, മാർ അത്തനേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ ബോസ് മാത്യു എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് 18 കോതമംഗലം. സംശയരോഗത്തെ തുടർന്ന് ഒപ്പം താമസിച്ചിരുന്ന യുവതിയെ തലക്കിടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. തിരുവനന്തപുരം വെള്ളറട സ്വദേശി ഷൈജുവാണ് പന്തളം പോലീസിന്റെ പിടിയിലായത്. പന്തളം മുളക്കുഴി സ്വദേശിനി സജിതയെ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കൊലപ്പെടുത്തിയത്. ബാംഗ്ലൂരിൽ ഒളിവിൽ പോയ പ്രതിയെ മൊബൈൽ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പിടികൂടിയത്. സജിതയും ഷൈജുവും 2 വർഷമായി പന്തളത്ത് ചിറമുടിയിൽ താമസിച്ചു വരികയായിരുന്നു. കോതമംഗലത്ത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ച സ്കൂൾ വാഹനത്തിനെതിരെ മോട്ടോർ വാഹന വകുപ്പിന്റെ നടപടി. വാഹന പരിശോധനയ്ക്കിടയിലാണ് ലൈസൻസ് ഇല്ലാത്ത ആൾ ബസ് ഓടിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ കുട്ടികളെ വീടുകളിൽ എത്തിക്കുകയായിരുന്നു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർക്ക് പരുക്ക്. ഇരു ബൈക്കുകളിലും സഞ്ചരിച്ചവർക്കാണ് ഗുരുതര പരുക്കേറ്റത്. ആനപ്പാറ സ്വദേശി ശിവൻകുട്ടിയും കാട്ടാക്കട സ്വദേശി അജ്മലും ചികിത്സയിലാണ്. മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. മലപ്പുറം ചങ്ങരംകുളം ഒതളൂരിൽ മാങ്ങ അടർത്തിയതിന് കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ കേസ്. ഒതളൂർ സ്വദേശിയായ സലീമിനെതിരെയാണ് കേസ്. തിങ്കളാഴ്ച വൈകിട്ടാണ് ഒതളൂർ പൊലിയോടം പാടത്ത് മാങ്ങ അടർത്താൻ കയറിയ കുട്ടികളെ തോട്ടമുടമ മർദ്ദിച്ചത്. ഫുട്ബോൾ കളിക്കാനെത്തിയ കുട്ടികൾ സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കയറി കണ്ണിമാങ്ങ അടർക്കുകയായിരുന്നു. സംഭവത്തിൽ കുട്ടികളുടെ ബന്ധുക്കൾ ചൈൽഡ് ലൈന് അടക്കം പരാതി നൽകിയിട്ടുണ്ട്. മലപ്പുറം മഞ്ചേരിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വാഹനവും ഡ്രൈവറും പോലീസ് പിടിയിൽ. പറമ്പിൽ പീടിക സ്വദേശി നിസാമുദ്ദീനാണ് പിടിയിലായത്. 100-ലധികം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് പോലീസ് പ്രതിയെ കണ്ടെത്തിയത്. കഴിഞ്ഞ 8-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. വളുമ്പ്രം അത്താണിക്കൽ ബസ് കാത്തുനിന്ന വിദ്യാർത്ഥിനിയെ ഇടിച്ചു തെറിപ്പിച്ചിട്ട് നിർത്താതെ പോവുകയായിരുന്നു. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.
തിരികെ വാർത്തകളിലേക്ക്. വരൾച്ച കഠിനമായിക്കൊണ്ടിരിക്കുമ്പോൾ കുടിവെള്ള വിതരണത്തിനായി 5 വർഷം മുമ്പ് സ്ഥാപിച്ച വാട്ടർ കിയോസ്കുകൾ നോക്കുകുത്തിയാകുന്നു. പുനലൂർ താലൂക്കിൽ വിതരണം ചെയ്ത കിയോസ്കുകളാണ് പ്രവർത്തനരഹിതമായത്. വേനൽ കടുത്താൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് പുനലൂരിൽ. ജപ്പാൻ കുടിവെള്ള പദ്ധതി പുനലൂരിൽ നിന്നുമാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഈ പദ്ധതിയിൽ നിന്നും ഒരു തുള്ളി വെള്ളം പോലും പുനലൂർ നഗരസഭയിലേക്ക് ലഭിക്കുന്നില്ല. ടാങ്കറുകളിൽ കുടിവെള്ളം വിതരണം നടത്തിയാണ് കുടിവെള്ള പ്രശ്നത്തെ ഒരു പരിധിവരെ നിയന്ത്രിച്ചിരുന്നത്. എന്നാൽ 5 വർഷം മുൻപ് ഈ പദ്ധതി നിർത്തലാക്കി പകരം 5000 ലിറ്ററിന്റെ വാട്ടർ കിയോസ്കുകൾ ലക്ഷങ്ങൾ ചെലവഴിച്ച് സ്ഥാപിച്ചതല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും അതിൽ ശേഖരിക്കുന്നതിനോ പൊതുജനത്തിന് വിതരണം ചെയ്യുന്നതിനോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പൊതുഖജനാവിൽ നിന്നും പൊതുജനങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ച തുക അവർക്ക് പ്രയോജനകരമായിരിക്കണം. പക്ഷേ നാളിതുവരെയായിട്ട് ഈ വാട്ടർ കിയോസ്കുകളിൽ ഒരു തുള്ളി വെള്ളം ശേഖരിക്കുകയോ അത് വിതരണം ചെയ്യുവാനോ ഉള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് ഈ 170 ഇടങ്ങളിൽ 170 വാട്ടർ കിയോസ്കുകൾ സ്ഥാപിച്ചു എന്നതൊഴിച്ചാൽ അതിന്മൂലമുള്ള പ്രയോജനങ്ങൾ, അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭ്യമായില്ല. അതുമാത്രവുമല്ല, ഇപ്പോഴേ ഈ പറയുന്ന പല കിയോസ്കുകളും അവിടെ കാണാനില്ല. ഇത് കൊടിയ അഴിമതിയാണ്. പുനലൂർ താലൂക്കിൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് വിതരണം ചെയ്തത്. കുടിവെള്ളക്ഷാമം ഏറ്റവും കൂടുതലുള്ള സ്ഥലം കണ്ടെത്തി ഏകദേശം 175ഓളം കിയോസ്കുകളാണ് വിതരണം ചെയ്തത്. ടാങ്ക്, അത് ഘടിപ്പിക്കുന്നതിനുള്ള സ്റ്റാൻഡ്, പൈപ്പ്, മറ്റ് അനുബന്ധ സംവിധാനം ഉൾപ്പെടെ ഏകദേശം ഒരു കിയോസ്കിന് 75,000 രൂപയാണ് ചെലവ്. 1 കോടിയിൽ പുറത്ത് രൂപ ഖജനാവിൽ നിന്നും ചെലവഴിച്ചിട്ടും ഒരു പ്രയോജനവും പൊതുജനത്തിനുണ്ടായില്ല. കാലപ്പഴക്കം കൊണ്ട് ടാങ്കുകൾ മിക്കതും പൊട്ടി തകർന്ന അവസ്ഥയിലാണ്. പൈപ്പുകൾ തകരുകയും ടാങ്കുകൾ മോഷ്ടിക്കപ്പെടുകയും ചെയ്തു. സ്ഥാപിക്കപ്പെട്ട ഒരു കിയോസ്കിൽ പോലും വെള്ളം നിറയ്ക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ന്യൂസ് 18 പുനലൂർ. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് പേപ്പർ ചങ്ങല നിർമ്മിച്ച യുവാവ് തിരുവനന്തപുരം വിഴിഞ്ഞ സ്വദേശി വിമിൻ വിൻസെന്റ് ആണ് ഡ്രോയിംഗ് പേപ്പറിൽ ചങ്ങല തീർത്തത്. ഡ്രോയിംഗ് പേപ്പറിൽ 10 മണിക്കൂർ കൊണ്ട് 800 മീറ്ററിലധികം ചങ്ങലയാണ് നിർമ്മിച്ചത്. ഗിന്നസ് റെക്കോർഡും ലഹരിക്കെതിരെ ബോധവൽക്കരണവുമാണ് ലക്ഷ്യം. വെങ്ങാനൂർ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുള്ള ചങ്ങല നിർമ്മാണം. 24 മണിക്കൂർ കൊണ്ട് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ പേപ്പർ ചങ്ങല. ഇത് നേരത്തെ റെക്കോർഡ് 780 മീറ്ററാണ്. ഞാനത് 1 കിലോമീറ്ററായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ പകർത്തിയ ദൃശ്യങ്ങൾ ഗിന്നസ് ബുക്ക് അധികൃതർക്ക് നൽകും. അടുത്ത മാസം ഈ പേപ്പർ ചങ്ങല ഉപയോഗിച്ച് സ്കൂളിലും പരിസരത്തും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരെ ബോധവൽക്കരണ പരിപാടി നടത്തുമെന്നും വിമിൻ പറഞ്ഞു. അമേരിക്കൻ സ്വദേശി ജൂലി മാക്കിനി 11 മണിക്കൂർ കൊണ്ട് നിർമ്മിച്ച 779.21 മീറ്റർ നീളത്തിലുള്ള പേപ്പർ ചങ്ങലയാണ് നിലവിലെ റെക്കോർഡ്. 18 ഇഞ്ച് നീളത്തിലും 4.5 ഇഞ്ച് വീതിയിലും വെട്ടിയെടുത്ത പേപ്പറിൽ സ്റ്റേപ്ലർ പിൻ ഉപയോഗിച്ച് ഉറപ്പിച്ചാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ലോക മഹാ അത്ഭുതങ്ങൾ ഡൂഡിൽ ആർട്ടിലൂടെ വരച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും സ്വന്തമാക്കി. മാർപ്പാപ്പമാരുടെ ചിത്രങ്ങൾ ശേഖരിച്ച് അവരുടെ ജനനം മുതൽ മരണം വരെയുള്ളവ രേഖപ്പെടുത്തി ആൽബം തയ്യാറാക്കിയതിന് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും നേടിയിട്ടുണ്ട്. ന്യൂസ് 18 വിഴിഞ്ഞം. സമൂഹത്തിനാകെ മാതൃകയായ ഒരു സൗഹൃദ കൂട്ടായ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ചാണ് ഇനി. എറണാകുളം ജില്ലയിലെ കടമറ്റത്ത് നിന്നാണ് ഈ കാഴ്ച. പകൽ സമയത്തെ ജോലി തിരക്കുകൾക്ക് ശേഷം വൈകിട്ട് ഒത്തുകൂടി നിർധനരായ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുകയാണിവർ. 1.5 വർഷത്തിനുള്ളിൽ 4 വീടുകളുടെ താക്കോൽ ദാനം നിർവഹിച്ചു കഴിഞ്ഞു കടമറ്റത്തെ ഈ സൗഹൃദ സംഘം. ഇത് കടമറ്റം സൗഹൃദ കൂട്ടായ്മ കൈമാറിയ 4ാമത്തെ വീടാണ്. നാടിനാകെ അഭിമാനമായി ഒരു കൂട്ടം യുവാക്കൾ മാറുമ്പോൾ സ്നേഹത്തിന്റെ കൈത്താങ്ങിൽ ആശ്വാസം കൊണ്ടത് ഭവനരഹിതരായിരുന്ന 4 കുടുംബങ്ങളാണ്. വീടില്ലാതിരുന്ന സുഹൃത്തിന് കിടപ്പാടമൊരുക്കാൻ 10 പേർ ചേർന്ന് തുടങ്ങിവെച്ചതാണ് ഈ പ്രയത്നം. 3 സെന്റ് സ്ഥലം വാങ്ങി ആദ്യത്തെ വീട് പൂർത്തിയാക്കിയതോടെ സൗഹൃദ കൂട്ടായ്മയുടെ വലിപ്പമേറി. ഇന്ന് 140ഓളം അംഗങ്ങളുള്ള സ്നേഹവായ്പാണ് ഈ സംഘം. മറ്റുള്ള സംഘടനകളിൽ നിന്ന് അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിട്ട് ഈ ഭവനത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള പണികൾ ചെയ്തിരിക്കുന്നത് ഇതിലെ പ്രവർത്തകർ തന്നെയാണ്. ഡെയിലി അവർ സാധാരണ ജോലിക്ക് പോയതിനു ശേഷം നൈറ്റാണ് കൂടുതൽ പ്രവർത്തനങ്ങൾ ഇതിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നത്. വീട് നിർമ്മാണം ഭൂരിഭാഗവും രാത്രിയിലാണ്. ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷം അവർ സന്ധ്യാനേരങ്ങളിൽ ഒത്തുകൂടും. ഇരുട്ടിൽ അവർ കല്ലുകൾ ചുമന്ന് സിമന്റിട്ട് സ്നേഹമതിലുകൾ പണിതുയർത്തും. അധ്യാപകർ, ബിസിനസ്സുകാർ, കരാർ തൊഴിലാളികൾ, അങ്ങനെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ്
കൂട്ടായ്മയിലുള്ളത്. 3 പെൺകുട്ടികൾ ഉൾപ്പെട്ട നിർധന കുടുംബത്തിന് 900 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച വീടിന്റെ കൈമാറ്റമാണ് ഏറ്റവും ഒടുവിൽ നടന്നത്. സൗഹൃദ കൂട്ടായ്മയുടെ ഈ പ്രവർത്തനം കടമറ്റത്തെ പ്രാന്തപ്രദേശങ്ങളുടെയും ഒരു ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഈ സംഘടന കൊണ്ട് നിരവധി ആളുകൾക്ക് വീട് പണിത് കൊടുക്കാനാണ് ഈ സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ഒരു സംഘടനയോടോ പ്രസ്ഥാനത്തിനോടോ പ്രത്യേക മമതയില്ല. രാഷ്ട്രീയം നോക്കിയുള്ള തീരുമാനങ്ങളുമില്ല. ഇന്ന് ഒരു നാട് മുഴുവൻ ഇവർക്ക് പിന്നിലുണ്ട്. വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനൊപ്പം ചികിത്സാ സഹായങ്ങൾക്കും മുൻകൈയെടുക്കുന്നു. ഈ സൗഹൃദ കൂട്ടായ്മ അങ്ങനെ 4 വീടുകൾ കൈമാറി. സ്നേഹത്തണലിലേക്ക് 5ാമതൊരു കുടുംബത്തെ ചേർത്ത് വെക്കാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു കടമറ്റത്തെ ഈ കമ്പനിക്കാർ. ന്യൂസ് 18 കൊച്ചി. കാർഷിക കേരളം. കാസർഗോഡ് പടന്നക്കാട് അനന്തംപള്ളിയിൽ പാടം നിറയെ ഇപ്പോൾ ചീരകൃഷിയാണ്. നെൽകൃഷി ഒഴിയുന്ന പാടത്ത് ഇവരുടെ വരുമാന മാർഗം കൂടിയാണ് ചീരകൃഷി. അനന്തംപള്ളിയിൽ പാടം നിറയെ വളർന്നു നിൽക്കുന്ന ചീര കണ്ടാൽ ആരും കണ്ണെടുക്കില്ല. അത്രയ്ക്ക് മനോഹരമാണ് ഈ കാഴ്ചകൾ. 50 ഏക്കറിലാണ് ഇവിടുത്തെ ചീര വസന്തം. നോക്കെത്താ ദൂരത്ത് നീണ്ടുകിടക്കുന്ന ചീരകൃഷി ഇവരുടെ വരുമാന മാർഗം കൂടിയാണ്. 6 മാസം വരെ വിളവെടുക്കാവുന്ന ചീരയ്ക്ക് കടും ചുവപ്പ് നിറമാണ്. ഒരു ചീരയിൽ നിന്നും 250 ഗ്രാം വിത്ത് വരെ ലഭിക്കും. 25ഓളം കുടുംബങ്ങളാണ് ചീരകൃഷി നടത്തുന്നത്. ഒക്ടോബർ മുതൽ ജൂൺ വരെയാണ് വിളവെടുപ്പ് കാലം. അരനൂറ്റാണ്ടിന്റെ പാരമ്പര്യമാണ് ഇവിടുത്തെ ചീരകൃഷിക്കുള്ളത്. അതിരാവിലെ ചീരയ്ക്ക് വെള്ളം നനച്ച ശേഷം അവയുടെ തണ്ടുകൾ പൊട്ടിച്ചെടുത്ത് വിപണിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് പാടത്തെത്തിയ ഭൂരിഭാഗം കർഷകരും. കുഞ്ഞികൃഷ്ണൻ, കാഞ്ചന ദമ്പതികൾ കഴിഞ്ഞ 25 വർഷമായി ചീരകൃഷി മാത്രം നടത്തി ഉപജീവനം നടത്തുന്നവരാണ്. ഒരു പുള്ളിക്കുത്തിൻ്റെ അസുഖമുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് മരുന്നടിക്കലില്ല. അപ്പോൾ നമ്മിന് കുറച്ച് രാവിലെ മറ്റേ നനച്ചു കൊടുക്കും. ഇപ്പോൾ ഈ മഞ്ഞിൻ്റെ ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. മഞ്ഞ കൂടുന്ന അവസരത്താണ് ഈ പുള്ളിക്കുത്ത് കാണുന്നത്. ജൈവവളം മാത്രം ഉപയോഗിച്ചാണ് കൃഷി. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് വിപണി. ഒരു ദിവസം 300 കെട്ടുകൾ വരെ ഇവർ തയ്യാറാക്കും. കടലോരത്ത് നിന്ന് 3 കിലോമീറ്റർ മാത്രം അകലെയായി സ്ഥിതി ചെയ്യുന്ന കാഞ്ഞങ്ങാട് നഗരസഭയിലെ അനന്തംപള്ളം പാടശേഖരത്തിലെത്തിയാൽ ചീരകൃഷിയുടെ അനന്തമായ കാഴ്ചകളും കാർഷിക പാരമ്പര്യത്തെയും അടുത്തറിഞ്ഞു മടങ്ങാം. ന്യൂസ് 18 കാസർഗോഡ്. വയനാടൻ കാർഷിക വിഭവങ്ങളുടെ പ്രദർശനം കൊണ്ട് ശ്രദ്ധേയമായ തിരുനെല്ലി വിത്തുത്സവം സമാപിച്ചു. അപൂർവ കിഴങ്ങുവർഗ്ഗങ്ങളും നെൽവിത്ത് ഇനങ്ങളും കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തുന്നതായിരുന്നു മേള. പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷണവും വ്യാപനവും ഉറപ്പുവരുത്താനാണ് വിത്തുത്സവം സംഘടിപ്പിച്ചത്. വയനാട് ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനകൾ വിത്തുത്സവത്തിന്റെ ഭാഗമായി അപൂർവ കിഴങ്ങുവർഗ്ഗങ്ങളും നെൽവിത്തിനങ്ങളും കാർഷിക മേഖലയിലെ വിവിധ ഉൽപ്പന്നങ്ങളും പരിചയപ്പെടുത്താൻ പ്രത്യേക സ്റ്റാളുകൾ ഒരുക്കിയാണ് വിത്തുത്സവം ശ്രദ്ധേയമായത്. ഇത് കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവേകുന്നതാണ് തർക്കമില്ല. അതിലുപരി പുതിയ തലമുറ വിദ്യാർത്ഥികൾ, കോളേജ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്നലെ ഇന്നുമായി ഈ പരിപാടി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്രവർത്തന മത്സരങ്ങളും ചിത്രകലാ മത്സരങ്ങളൊക്കെ തന്നെ അവരോട് അവതരിപ്പിച്ചപ്പോൾ വളരെ ആരോഗ്യകരമായ ചർച്ചകളും പ്രബന്ധ മത്സരങ്ങളും ഇവിടെ നടത്തപ്പെട്ടിരിക്കുന്നു. എന്തായാലും ശരി, 2021 വിത്തുത്സവം ഒരു വൻ വിജയമാണ്. ജെഎൽജി ഗ്രൂപ്പിന്റെ വനവിഭവശേഖരം, എള്ളുമന്തത്തെ ജൈവ കർഷകൻ PJ മാനുവലിന്റെ അപൂർവ ഇനം കിഴങ്ങുവർഗ്ഗങ്ങൾ, ജോൺസൺ മാസ്റ്ററുടെയും പനവല്ലിയിലെ നെല്ല് സംരക്ഷകനായ വിജേഷിന്റെ നെൽവിത്തുകളുടെ പ്രദർശനവും ശ്രദ്ധേയമായി. തിരുനെല്ലി അഗ്രി പ്രൊഡ്യൂസർ കമ്പനിയുടെ വയനാടൻ അരിയുടെ വിൽപ്പനയും തണലൊരുക്കിയ ഇലക്കറിയുടെ പ്രദർശനവും ബ്രഹ്മഗിരി ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ജൈവ പച്ചക്കറി തൈകളുടെ സ്റ്റാളുകളിലും വൻ ജനപങ്കാളിത്തമായിരുന്നു. ന്യൂസ് 18 തിരുനെല്ലി. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച് കോഴിക്കോട് മാമ്പറ്റയിലെ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് 100 രൂപ നിരക്കിൽ 5000-ഓളം ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾക്കായി 6 ലക്ഷത്തോളം രൂപ സ്വരൂപിക്കുകയാണ് ലക്ഷ്യം. ജീവകാരുണ്യ രംഗത്ത് 6 വർഷം പിന്നിട്ട മുക്കം മാമ്പറ്റ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റാണ് ചാലഞ്ച് സംഘടിപ്പിച്ചത്. മുക്കം നഗരസഭയിലെ നിത്യരോഗികളുടെ സർവേ എടുത്ത് ഇതിൽ മരുന്ന് വാങ്ങാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മരുന്ന് എത്തിച്ചു നൽകാനാണ് ലക്ഷ്യം.
ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ആംബുലൻസ് വാങ്ങാനും ഉദ്ദേശമുണ്ട്. പദ്ധതിക്കായി 12 ലക്ഷത്തോളം രൂപയാണ് കണ്ടെത്തേണ്ടത്. ഇതിൽ 6 ലക്ഷം രൂപ ബിരിയാണി ചലഞ്ചിലൂടെയും ബാക്കി തുക മറ്റ് പ്രവർത്തനങ്ങളിലൂടെയും കണ്ടെത്തുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം. 100 രൂപ നിരക്കിൽ 5000-ഓളം ബിരിയാണിയാണ് പരിപാടിയുടെ ഭാഗമായി വിറ്റത്. നമ്മൾ നിരവധി പുതിയ പദ്ധതികളുമായാണ് ഈ ഒരു ബിരിയാണി ചലഞ്ചുമായി ജനങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഒന്ന്, നമ്മൾ ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിനായിട്ട് ഒരു ആംബുലൻസ് എത്തുകയാണ്. അതിനുള്ള ഫണ്ട് ശേഖരണം, അതോടൊപ്പം തന്നെ നമ്മൾ മുക്കം മുനിസിപ്പാലിറ്റിയിലെ പിന്നോക്കം നിൽക്കുന്ന മേഖലകളിൽ സർവേ നടത്തിയിട്ട് ആ വീടുകളിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്താണ് അവരുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കി മരുന്നുകൾ കുറവുണ്ടെങ്കിൽ മരുന്നുകൾ എത്തിച്ചു കൊടുക്കുക എന്ന ഒരു ഉദ്ദേശം കൂടി ഈ ഒരു ബിരിയാണി ചലഞ്ചിൻ്റെ പിന്നിലുണ്ട്. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രവർത്തകർക്ക് പുറമെ എൻ്റെ മുക്കം, രാഹുൽ ബ്രിഗേഡ്, നാട്ടുകൂട്ടം, നാട്ടരങ്ങ് തുടങ്ങിയ സന്നദ്ധ പ്രവർത്തകരും VKH-MMO വനിതാ കോളേജിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 200ഓളം പേരുടെ നേതൃത്വത്തിലാണ് ബിരിയാണി പാകം ചെയ്തതും വീടുകളിൽ എത്തിച്ചതും. ന്യൂസ് 18 മുക്കം. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. ഇനി പ്രൈം ഡിബേറ്റ് കാണാൻ KP അഭിലാഷ് ചേരും.